മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൊഴിലാളി ഇളക്കി വെച്ച ആ തട്ടിൽ മഹാലക്ഷ്മിയും ബാലചന്ദ്രനും ചവിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കുന്നില്ല. മഹാലക്ഷ്മി ആ തട്ടിൽ ചവിട്ടി താഴെ വീണ് അവളുടെ മരണം സംഭവിക്കുന്നത് കാണാനായിട്ട് ഉറ്റുനോക്കിക്കൊണ്ട് നിന്നിരുന്ന വാമനും ഉണ്ണിയുമാണെങ്കിൽ ആ കാഴ്ച കണ്ട് ശരിക്കും വായും പൊളിച്ച് നിന്ന് പോവുകയാണ്. ശേഷം നീ ഞങ്ങളുടെ കയ്യിൽ നിന്നും കാശ് മേടിച്ച് ഒന്നും ചെയ്യാതെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് വാമൻ തൊഴിലാളിയെ തല്ലാനായിട്ടെല്ലാം ചെയ്യുമ്പോൾ ഞാൻ ആ തട്ട് ഇളക്കി വെച്ചതാ സാറേ. മാഡവും ബാലചന്ദ്രൻ സാറും മാത്രമല്ല ഒരു പൂച്ച പോലും ആ തട്ടിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ വീഴും എന്നുള്ള കാര്യം ഉറപ്പാണെന്നെല്ലാം തൊഴിലാളി പറയുമ്പോൾ നീ വെറുതെ ഞങ്ങളോട് നുണ പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ ശരിക്കും അയാളുടെ നേരെ കയർക്കുന്നുണ്ട് കേട്ടോ വാമൻ. അങ്ങനെ ഇത്തവണയും മഹാലക്ഷ്മി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ ഉണ്ണിയും വാമനും വളരെയധികം അവർക്ക് നിരാശയും അമർഷയൊക്കെ ആവുന്നുണ്ട്. ഇതേ സമയം തൊഴിലാളിയാണെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്നെല്ലാം ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ തൊഴിലാളി. ഇതേ സമയം വാമനാണെങ്കിൽ അയാളെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഇളക്കി വെച്ച് തട്ടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലൂടെ താനൊന്ന് നടന്നു കാണിക്കാനെല്ലാം പറയുന്നുണ്ട്. അയ്യോ സാറേ ഞാനിത് ഇളക്കി വെച്ചതാണെന്നെല്ലാം തൊഴിലാളി പറയുമ്പോൾ പിന്നെ എങ്ങനെ 60 കിലോയിൽ കൂടുതലുള്ള അവളും അയാളും നടന്നിട്ടും ഒന്നും സംഭവിക്കാതിരുന്നത്? ഞാൻ വേണമെങ്കിൽ നടന്നു കാണിക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമൻ ആ തട്ടിൽ ചവിട്ടുകയും ധൈര്യത്തോടെ ആ തട്ടിലൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വാമൻ ആ തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും ആ തൊഴിലാളിയൊക്കെ. ഇതേ സമയം മേഘനാണെങ്കിൽ ഉണ്ണിയോ അച്ഛനോ വിളിക്കുന്നതെല്ലാം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവരുടെ കോളും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാനായിട്ട്. ഇതേ സമയം ഉണ്ണി വിളിച്ചിട്ട് തട്ട് പൊളിഞ്ഞു എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന മേഘനാണെങ്കിൽ അത് മഹാലക്ഷ്മി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് മതിമറന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്കും പ്രതാപനങ്ങളിലും സാധിക്കാത്ത കാര്യം അച്ഛൻ നടത്തി കാണിച്ചു, അച്ഛനെ സമ്മതിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മനസ്സ് തുറന്ന് സന്തോഷിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ഫിനാൻഷ്യൽസിൽ തിരിച്ചെത്തുന്ന മഹിയോടെ കണ്ണൻ ചോദിക്കുന്നുണ്ട് അമ്മാവൻ്റെ കാര്യം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സൈറ്റിലേക്ക് ചെല്ലുമ്പോൾ ഉണ്ണിയും അമ്മാവനും അവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ തട്ട് പൊളിഞ്ഞ് അമ്മാവൻ താഴെ വീഴുന്നും അത് തന്നെ അപായപ്പെടുത്താനുള്ള കെണിയായിരുന്നു എന്നുള്ള സംശയം എനിക്കുണ്ട്. തട്ടുപണിക്കാരെയൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉറപ്പില്ലല്ലോ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങളെല്ലാം അതിലേക്കല്ലേ മഹി വിരൽ ചൂണ്ടുന്നത്? തന്നെ വീഴ്ത്താനായിരിക്കും ഉണ്ണിയും അമ്മാവനും തട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ടാവുക. പക്ഷേ സൂത്രധാരന് തന്നെ അതിൽ വീണ് അപകടം പറ്റി എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് കാണിക്കുന്നത് മേഘൻ പ്രതാപനെ വിളിച്ചിട്ട് ഇത്തവണ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നടന്നു അങ്കിളെ. ആ മഹാലക്ഷ്മി അവൾ മുകളിലേക്ക് പോയി നമ്മളെ രണ്ടുപേരെ കൊണ്ടും സാധിക്കാത്ത കാര്യം അച്ഛനും ഉണ്ണിയും ചേർന്ന് നടത്തിയെന്ന് പറയുമ്പോൾ നേരാണോ മേഘ? അതോ അന്നത്തെ പോലെ അവൾ ജീവനോടെ തിരിച്ചു വരുമോ? അന്നത്തെ അതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ ഇത് സത്യമാണ് അങ്കിളെ. ഉണ്ണി എന്നെ ഇപ്പോൾ വിളിച്ച് വെച്ചതേ ഉള്ളൂ. തട്ട് പൊളിഞ്ഞു എന്നാണ് അവൻ പറഞ്ഞത് എന്നെല്ലാം മേഘൻ പറയുന്നത് കേട്ട് പ്രതാപനും അത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് പ്രതാപൻ നേരെ കരുണയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. മോള് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യം ഇപ്പം നടന്നിരിക്കുകയാണ്. മേഘൻ എന്നെ ഇപ്പോൾ വിളിച്ച് വിവരം പറഞ്ഞു. അവൾ പോയി മോളെ എന്നെല്ലാം കരുണയോട് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് കരുണ പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ ഇന്നനോട് പറഞ്ഞിരുന്നു അവളെ തീർത്തിട്ടേ തിരിച്ചു വരൂ എന്ന്. പക്ഷേ ആ സമയത്ത് ഞാനതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ അച്ഛൻ എനിക്കിപ്പോൾ ഉണ്ണിയേട്ടനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം അഭിമാനം തോന്നുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിച്ചിരിക്കുന്നത് വാമനെ ICUയിൽ കിടത്തിയിരിക്കുകയാണ്. ഉണ്ണിയാണെങ്കിൽ ICUവിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, ICUയിലേക്ക് പരിഭ്രമത്തോടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വാമനാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള പരിക്ക് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് നട്ടെല്ലിനാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ നടത്തണം. പക്ഷേ ഓപ്പറേഷൻ നടത്തിയാലും പേഷ്യൻറ്റിന് പൂർണ്ണമായിട്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല.
ഒരു പക്ഷേ കാലിൻ്റെ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ജീവിതകാലം മുഴുവൻ വീൽ ചെയറിൽ കഴിയേണ്ടി വരും. എന്തായാലും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ എന്നെല്ലാം ഉണ്ണിയെ അറിയിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ. ഉണ്ണിയാണെങ്കിൽ അത് കേട്ട് ഞെട്ടിത്തരികയാണ്. പിന്നീട് കാണിക്കുന്നത് മേഘൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, അച്ഛനെ അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നല്ലോ, ഇപ്പം എന്തായി, അവൾ തീർന്നു അമ്മേ, ഉണ്ണി എന്നെ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സീമന്തിനിയോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ മേഘന്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വല്ലാതാവുന്നുണ്ട്. ഏട്ടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാലോചിച്ച് വളരെയധികം ആശങ്കപ്പെടുന്നുണ്ട് കേട്ടോ മഞ്ജു. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, നിൻ്റെ അച്ഛന് ഇത്രയ്ക്കൊക്കെ കഴിവുണ്ടെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനിയിപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് സീമന്തിനിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സാഗർ മാർക്കോയോട് പറയുന്നുണ്ട്, ഇന്നും ഞാൻ വിളിച്ചപ്പോൾ മഞ്ജു അമ്പലത്തിൽ വന്നു. അതിൻ്റെ അർത്ഥം അവൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോട് ഇഷ്ടമുണ്ടെന്ന് തന്നെയാണ്. മഹാലക്ഷ്മിയെ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്നും അതിനുശേഷം ഞാൻ മഞ്ജുവിനെയും കൂട്ടി ഞങ്ങൾ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം സാഗർ പറയുമ്പോൾ മേഘന് ഇത്ര ചതി കൊടുത്തിട്ടും അവൻ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നീ അവളെ വിളിച്ചിറക്കി കൊണ്ടുവരണം, അതോടുകൂടി മേഘൻ്റെ പതനം പൂർത്തിയാകും എന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട് കേട്ടോ സാഗറിനോട്. പിന്നീട് കാണിക്കുന്നത് ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്ന് ആലോചിച്ച് വളരെയധികം ടെൻഷൻ ഇരിക്കുകയാണ് മഞ്ജു. എന്തായാലും ഏട്ടത്തി ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിക്കൊണ്ട് മഞ്ജു വേഗം തന്നെ മഹിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിൻ്റെ കോള് കിട്ടുന്നതും എന്താ മഞ്ജു എന്ന് മഹി ചോദിക്കുമ്പോൾ ഏട്ടത്തിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് മഞ്ജു പരിഭ്രമത്തോട് ചോദിക്കുമ്പോൾ അതിന് എനിക്ക് കുഴപ്പമുണ്ടായെന്ന് ആരാ പറഞ്ഞത് എന്ന് മഹി ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന കാര്യത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു, അതാലോചിച്ചപ്പോൾ എനിക്ക് ഏട്ടത്തിയെ വിളിക്കാൻ തോന്നി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിക്കുകയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. പക്ഷേ മഞ്ജുവിൻ്റെ കോള് കിട്ടുന്നതും അതുമാത്രമല്ല കണ്ണേട്ടൻ പറഞ്ഞ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ ചില സംശയങ്ങൾ മഹിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. തന്നെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് തട്ടിളക്കി വെച്ചതായിരുന്നു എന്നുള്ളൊരു സംശയം മഹിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നീട് ഏട്ടത്തേക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നറിയുമ്പോൾ മതിമറന്ന് ആശ്വാസവും സന്തോഷവും ഒക്കെ ആവുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്. ഏതായാലും മഹിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുത്തെ തൊഴിലാളിയെ കൂട്ടുപിടിച്ച് വാമനും ഉണ്ണിയും ചേർന്നാണ് ആ തട്ട് ഇളക്കി വെച്ചിരുന്നത് എന്നുള്ള കാര്യം കണ്ണൻ ഉടനെ തന്നെ കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. ഇരിവ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്